അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CS18 ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ട്രീറ്റ് ചെയ്യാം. ഞാൻ ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ്റെ അമോർട്ടൈസേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അങ്ങോട്ട് മാറി മാറി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതേപോലെ തന്നെ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ അതിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉള്ള പോലെ തന്നെ റിസർച്ചിലും അതേപോലെ തന്നെ എവിടെയാണ് ഡെവലപ്മെൻറ്റിലും വ്യത്യാസമുണ്ട്. നമുക്കതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ അല്ലേ? റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അറ്റംപ്റ്റ് നടത്തലാണ്. അറ്റംപ്റ്റിങ് ടു ഫൈൻഡ് ഔട്ട്, എഴുതി വെച്ചോട്ടാ, ഫൈൻഡ് ഔട്ട് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയൊരു സാധനം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ചിലപ്പോൾ മേ ബി എന്താവാം, മേ ബി ന്യൂ പ്രൊഡക്റ്റ് ആവാം, ഓർ ന്യൂ ടെക്നോളജി ആവാം, ന്യൂ ടെക്നോളജി ഓഫ് ഓൾഡ്, ഒരു ഓൾഡ് പ്രൊഡക്റ്റിൻ്റെ ന്യൂ ടെക്നോളജി ഓഫ് ഓൾഡ് പ്രൊഡക്റ്റ് എക്സെട്ര. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നടത്തുന്ന റിസർച്ച് ചിലപ്പോൾ എന്താവാം, റിസർച്ച് മേ ബി എന്താവാം, ഫെയിലിയർ ഓർ സക്സസ്, അങ്ങനെ ആയിക്കൂടെ? ഇത് റിസർച്ച് ഫെയിലിയർ ആയാൽ അതവിടെ അവസാനിച്ചു, എൻഡ് ഇറ്റ്. എന്നാൽ റിസർച്ച് സക്സസ് ആയാൽ അപ്പോൾ അടുത്ത സ്റ്റേജാണ് ഇത്, ഡെവലപ്മെൻറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഇതെപ്പോൾ മാത്രം നടക്കുന്നതാണ്, റിസർച്ച് പോസിറ്റീവ് ആണെങ്കിൽ ദെൻ, അങ്ങനെയാണെങ്കിൽ മാത്രമേ മൂവ് ടുവേർഡ്സ് എന്തിലേക്ക് പോകണ്ടുള്ളൂ, ടുവേർഡ്സ് ഡെവലപ്മെൻറ്റ് ഫേസ് 4 അല്ലെങ്കിൽ 2 കൊമേഴ്ഷ്യലൈസ് യുവർ ഫൈൻഡിങ്സ്. നിങ്ങൾ വൃത്തിയിൽ എഴുതണം കേട്ടോ, ഫൈൻഡിങ്സ് നമ്മൾ പെട്ടെന്നെടുത്ത് പോകുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന സാധനം റിസർച്ച് ചെയ്ത് സക്സസ് ആയിട്ട് ആളുകൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണ്ടേ? നമ്മളെ അതിന് ഫീസിബിലിറ്റി ടെസ്റ്റ് നടത്തണ്ടേ? അതേപോലെ വേറെ പ്രശ്നമുണ്ട്, നിങ്ങൾ ലീഗൽ പെർമിഷൻ കിട്ടണ്ടേ? ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ ഒരു വാച്ച് ഉണ്ടാക്കി, ആ വാച്ചിൻ്റെ പ്രത്യേകത, വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അപ്രത്യക്ഷം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കണ്ണട, സിനിമയിൽ പറയുന്നില്ല, ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ആളൊക്കെ എന്താവും, നമുക്കവരെ എന്താ പറയുക, കാണാതിരിക്കുക, അവർ ഇൻവിസിബിൾ ആവുന്നു, അവിടെ അങ്ങനെ ഒരാളില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക, റിസർച്ചൊക്കെ നടത്തിയിട്ട് അതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ലീഗൽ പെർമിഷൻ കിട്ടണ്ടേ? ഹസാഡിയസ് ആയ, ആളുകൾക്ക് ദോഷമുണ്ടാക്കുന്ന ചില മെഡിസിനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ റിസർച്ച് ചെയ്തിട്ട് കാര്യമില്ല, അത് അപ്രൂവൽ കിട്ടണം. അതാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ആളുകളിലൊക്കെ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്ത് നോക്കുന്ന സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ റിസർച്ചും ഡെവലപ്മെൻറ്റും തമ്മിൽ വളരെ വിശാലമായിട്ടുള്ള വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കിത് എന്താ പറയാനുള്ളത്, ദി സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ ദ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ അത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? ദി സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഇൻ ദെയർ ക്ലാസിഫിക്കേഷൻ, മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ് ആസ് യൂഷ്വൽ അല്ലേ. ബ്രിങ് യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി. ഓക്കെ, അടുത്ത പോയിൻ്റ് മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ദാറ്റ്സ് ഓൾ.